ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഹലോ വിത്ത് അനൂപ്. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ദുബായ് എക്സ്പ്ലോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നിപ്പോൾ യു എയിൽ ആകമാനം അവധിയാണ്, ഹോളിഡേ ആണ്. അതുകൊണ്ട് തന്നെ ദുബായ് എക്സ്പോയിൽ വളരെയധികം തിരക്ക് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഈ തിരക്കിനിടയിൽ എത്രമാത്രം കാര്യക്ഷമമായിട്ട് എനിക്ക് എൻ്റെ വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതുപോലെ മാസ്ക് മുഖത്ത് നിന്ന് എടുക്കാനും നിർവാഹമില്ല. അത്രയും തിരക്കിനിടയ്ക്ക് മാസ്ക് ഊരാൻ പറ്റില്ല. അപ്പോൾ എനിക്കെൻ്റെ മുഖം കാണിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ 192 രാജ്യങ്ങളുടെ പവലിയൻ ഉള്ള ആ ദുബായ് എക്സ്പോയിൽ അറ്റ്ലീസ്റ്റ് ഇന്ത്യയെങ്കിലും നന്നായി ചിത്രീകരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിനിടയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. സോ ലെറ്റ്സ് ഗോ ടു ദ മെയിൻ ഗേറ്റ് ഓഫ് ദുബായ് എക്സ്പോ. വെൽക്കം ടു ദ എക്സ്പോയുടെ ആ ഗേറ്റ് കണ്ടോ, എന്ത് മനോഹരമായിരിക്കും. നമുക്ക് അതിൻ്റെ അടുത്തേക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ടൊന്ന് പോവാം. ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. കാറ് പാർക്ക് ചെയ്തതിന് ശേഷം ഈ ബസ്സുകൾ നമ്മളെ കാർ പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് നിർത്തും. ഇവിടെ നിന്ന് നമ്മൾ നടന്ന് വരണം. നോക്ക്, അടിപൊളി കാഴ്ചയാണ്. ദുബായ് ശരിക്കും ദുബായ് എക്സ്പോ ആഘോഷിക്കുകയാണ്. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ദുബായ് എക്സ്പോയുടെ മെയിൻ ഗേറ്റിന് അടുക്കലായിട്ടാണ് നിൽക്കുന്നത്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഗേറ്റ്. ഗേറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡ്രസ് വർക്കൊക്കെ ഉള്ള ഒരു മനോഹരമായൊരു സൃഷ്ടിയാണത്. ഓക്കെ, എനിവേ ഞാനിന്നെടുത്ത ടിക്കറ്റ് 95 ദിർഹത്തിൻ്റെ ടിക്കറ്റാണ്, 1 ഡേ ടിക്കറ്റ്. അതല്ലാതെ ഒരു മാസത്തേക്കുള്ള ടിക്കറ്റുണ്ട്, 195 ദിർഹമാണ്. ഒരു മാസത്തിൽ എപ്പോൾ വേണമെങ്കിലും ആ ടിക്കറ്റ് വെച്ചിട്ട് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ എക്സ്പോ അവസാനിക്കുമ്പോഴേക്കുമുള്ള ടിക്കറ്റുമുണ്ട്, ഒരു ലോങ് ടിക്കറ്റ്, അതായത് 495 ദിർഹം. അത് എക്സ്പോ അവസാനിക്കും വരെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് എക്സ്പോ കാണാൻ പറ്റുന്ന ടിക്കറ്റുമുണ്ട്. എനിവേ നമുക്ക് എക്സ്പോയുടെ അകത്തെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. റോബോട്ട് വരുന്നുണ്ടോ? ഇതാ ഒരു റോബോട്ട് ചേട്ടൻ വരുന്നു. ഈ റോബോട്ട് ചേട്ടനോട് ഒപ്പം നിന്ന് എനിക്കൊരു ഫോട്ടോ എടുക്കാൻ പറ്റുമോ? വിൽ യു സ്പീക്ക് ഇംഗ്ലീഷ്? നോ. റോബോട്ട് ചേട്ടൻ എന്നോടൊന്നും മിണ്ടുന്നില്ല. ഞാൻ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു നോക്കിയിട്ടും റോബോട്ട് ചേട്ടനൊന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. എനിവേ, നല്ലൊരു സന്തോഷമാണ് റോബോട്ട് ചേട്ടൻ കൊടുക്കുന്നത്. അതായത് പ്ലീസ് വിയർ ഫേസ് മാസ്ക്. മേ ബി ഇതിൻ്റെ അതോറിറ്റീസ് ഇതിനകത്തിൽ ക്യാമറ വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സർവൈലൻസിനകത്താണ്. അപ്പോൾ ഞാൻ ദുബായ് എക്സ്പോയുടെ അകത്താണിപ്പോൾ. അപ്പം വെൽക്കം ടു ദുബായ് എക്സ്പോ. എന്താണ് എക്സ്പോ 2020? എക്സ്പോ 2020 കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൻ്റെ പല പല രാജ്യങ്ങളും അവർ ഫ്യൂച്ചറിലേക്ക് ഒരുക്കി വച്ചിരിക്കുന്ന ഇന്നൊവേഷൻസ്, ഫ്യൂച്ചറിലേക്ക് ഒരുക്കി വച്ചിരിക്കുന്ന ആർട്ട്, കല, സാഹിത്യം, അങ്ങനെയെല്ലാം അതിനെ ക്ലബ്ബ് ചെയ്തുകൊണ്ട് ദുബായിൽ ഒരു ഇൻ്റർനാഷണൽ എക്സിബിഷൻ അതിൻ്റെ രൂപത്തിൽ കൊണ്ടുവന്ന ആ ഒരു വേൾഡ് മേളയുടെ പേരാണ് എക്സ്പോ. അപ്പോൾ ഇതിപ്പോൾ ഒരു അറബ് കൺട്രി, UAE അറബ് കൺട്രി ആദ്യമായിട്ടാണ് ഒരു എക്സ്പോ മേള ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 192 രാജ്യങ്ങളുടെ പവലിയൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഓരോ രാജ്യങ്ങളെയും 3ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്: മൊബൈലിറ്റി, സസ്റ്റൈനബിലിറ്റി, ഓപ്പർച്യൂണിറ്റി. അങ്ങനെ 3ആയിട്ടാണ് രാജ്യങ്ങളെ തരംതിരിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ അതിൻ്റെ ആ ഒരു ഡീറ്റെയിലായിട്ട് അതിൻ്റെ വിശേഷങ്ങളിലോട്ടൊക്കെ ഒന്ന് പോവാം. ഐ ഫീൽ സ്ലൊവേനിയയുടെ പവലിയനാണ്. കൊള്ളാം, അടിപൊളി. ചെറിയൊരു പൂൾ സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ലിത്വാനിയയുടെ പവലിയനാണ്. ചെറിയ പവലിയനാണെങ്കിലും നല്ല മനോഹരമായിട്ടുണ്ട്. ഇവിടെ കുറേ നല്ലൊരു ക്യൂ ഉണ്ട്. നമുക്കെന്തായാലും സൗദിയിലും ഇന്ത്യയിലും ഒക്കെ ഒന്ന് പോയിട്ട് തിരിച്ചു വരാം. ഇവിടെ ഇത് കണ്ടില്ലേ, കംപ്ലീറ്റ് സോളാർ സെറ്റപ്പാണ്.
ഇത്തരം കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്തിൽ ആർക്കിടെക്ചർ പരമായിട്ട്, അതായത് ഒരു സൗന്ദര്യമുണ്ട്, എന്നാൽ അതിന് ബെനിഫിറ്റും ഉണ്ട്. കംപ്ലീറ്റ് സോളാർ പാനൽ പാകിയിരിക്കുകയാണ്. അതിൽ നിന്നായിരിക്കും ഇവിടുത്തെ വൈദ്യുതിയുടെ, ചിലപ്പോൾ മൊത്തം അല്ലെങ്കിലും ഭൂരിഭാഗം വൈദ്യുതി ഇവിടെ നിന്നൊക്കെ തന്നെ ആയിരിക്കും വരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് സസ്റ്റൈനബിലിറ്റി പവലിയനിലാണ്. സസ്റ്റൈനബിലിറ്റി പവലിയനിലാണ് ഉസ്ബെക്കിസ്ഥാൻ, അസർബൈജാൻ, അതുപോലെ ബ്രസീൽ ഒക്കെ ഉള്ളത്. എല്ലായിടത്തും നല്ല ക്യൂ ആണ്. നോക്കൂ, ഖത്തറിൻ്റെ പവലിയൻ. ഇതിനകത്തിലോട്ടൊന്ന് കയറിയാലോ? അധികം ആളൊന്നുമില്ല ഖത്തറിൻ്റെ പവലിയൻ. ഒന്ന് പോയി നോക്കാം. ഖത്തർ ഫുട്ബോൾ സ്റ്റേഡിയത്തിൻ്റെ ഒരു വിവരണമാണെന്ന് തോന്നുന്നു. ഖത്തറിലുള്ള എല്ലാ ഫുട്ബോൾ സ്റ്റേഡിയവും, വേൾഡ് കപ്പ് ഫുട്ബോൾ ഖത്തറിൽ നടക്കാൻ പോകണമല്ലോ, അതിൻ്റെ ഒരു ഡെമോ. ഇതാണ് നമ്മുടെ ഇന്ത്യ. ഒരു വേൾഡ് മൊത്തത്തിൽ തന്നെ കാർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതൊരു സ്പെഷ്യൽ പവലിയനിലാണ്. വിമൻ എംപവർമെൻറ്റിന് വേണ്ടിയിട്ട് വിമൻസ് പവലിയൻ. രാത്രിയിൽ ഇതൊക്കെ കാണാൻ നല്ല രസമായിരിക്കും. കുവൈറ്റ് പവലിയൻ നല്ല തിരക്കുണ്ട്. എല്ലാ പവലിയനിലും നല്ല തിരക്കുണ്ട്. വീക്കെൻഡ് ആയതുകൊണ്ടാണ്. ഇതാ സെറ്റപ്പ് ഒരു സാധനം കണ്ടോ? ഈ ഡോം ഇവിടുത്തെ ഏറ്റവും വലിയ അൺസപ്പോർട്ടഡ് ഡോം എന്നാണ് പറയപ്പെടുന്നത്. അല്ല, ഈ ഇൻ്റർനാഷണൽ എക്സിബിഷൻ എന്ന് പറയുന്ന എക്സ്പോ. അതുകൊണ്ട് UAE ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UAEയുടെ ബിസിനസ് ബൂസ്റ്റ് ചെയ്യുക, ടൂറിസം വളർത്തുക. അതായത് മറ്റു രാജ്യങ്ങൾ ഇവിടെ വന്നിട്ട് ഈ പവലിയൻ നിർമ്മിച്ച് UAE-യുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ, UAE കൾച്ചറുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ UAEയുടെ ടൂറിസവും വളരും, UAEയുടെ ബിസിനസ്സും വളരും. സോ നോക്ക്, ഇതാണ് UAEയുടെ പവലിയൻ. ഈ UAEയുടെ പവലിയൻ്റെ ഷേപ്പ് നോക്ക്, ഫാൽക്കൺ ബേർഡിൻ്റെ ഷേപ്പാണ് UAEയുടെ പവലിയൻ. ജർമ്മൻ പവലിയനിലെ ക്യാമ്പസ് ജർമ്മനി എന്നാണ് അവർ എഴുതിയിട്ടുള്ളത്. സോ ദ മോസ്റ്റ് അവൈറ്റഡ് ഇന്ത്യൻ പവലിയനിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഇപ്രാവശ്യത്തെ എക്സ്പോയുടെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള പവലിയൻ കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഇനി അടുത്ത എക്സ്പോ ജപ്പാനിലാണ്. അത് ചിലപ്പോൾ ഇതിനേക്കാളും അടിപൊളിയായിരിക്കും. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. ഇറ്റലിയുടെ പവലിയൻ. ഇസ്രായേൽ ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ അറ്റ് ലാസ്റ്റ് ഇന്ത്യൻ പവലിയൻ എത്തിക്കഴിഞ്ഞു. ഭാരത് ഹിന്ദിയിൽ എഴുതിയിട്ടുണ്ട് മുകളിൽ. എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ ക്യൂ ആയിരിക്കും തോന്നുന്നു ഇന്നത്തെ ഏറ്റവും വലിയ ക്യൂ. സുഹൃത്തുക്കളെ, നമ്മൾ നമ്മുടെ ഇന്ത്യൻ പവലിയനിലേക്ക് കയറിയിരിക്കുകയാണ്. ആഹാ, അടിപൊളി. നല്ല സെറ്റപ്പായിട്ട് ഒരുക്കിയിട്ടുണ്ട്. നല്ല പവലിയൻ. ഐ എം സോ മച്ച് എക്സൈറ്റഡ്. താമര. ചെറിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഡോം, മരങ്ങൾ, ശരിക്കും മണ്ണിൻ്റെ ഒരു മണം വരുന്നുണ്ട്. അങ്ങ് ദൂരെ സൗരയൂഥം കാണാം.
നല്ലൊരു സെറ്റപ്പ് സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെ സിനിമ കാണിക്കാൻ കൊണ്ടുമാണ്. കംപ്ലീറ്റ് ബോളിവുഡ് ആക്ടേഴ്സ് കൂടെ ഉണ്ട്. അയ്യോ ഇതല്ല കേട്ടോ ബോളിവുഡ് ആക്ടേഴ്സ്, കുറച്ചു നേരം മുന്നേ ബോളിവുഡ് ആക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഇത് ഭാരതത്തിൻ്റെ ചരിത്രം ഉറങ്ങുന്ന ഇന്ത്യൻ പവലിയൻ. ഇത് കംപ്ലീറ്റ് നമ്മുടെ ഇന്ത്യയുടെ ഒരു കൾച്ചർ തന്നെയാണ് കാണിക്കുന്നത്. ആന കണ്ടോ, ഇത്രയും തുമ്പിക്കയുള്ളൊരു ആന ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. എന്ത് സെറ്റപ്പാണ്, എന്ത് രസമാണ്. വാ, രാജസ്ഥാൻ ഫോർട്ട്, മ്യൂറൽസും കൊത്തുപണികളും കൊണ്ട് ചരിത്രം ഉറങ്ങുന്ന രാജസ്ഥാൻ ഫോർട്ട്. ശരിക്കും രാജസ്ഥാൻ ഫോർട്ടിന് ഇത് സംഭവം ഇതാണ്, നമ്മൾ ഇതിനകത്തെത്തിയ പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവും. ശരിക്കും ഈ ഫോർട്ടിൻ്റെയൊക്കെ ഇടനാഴിയിൽ കൂടെയൊക്കെ ഒരു നടക്കുന്ന ഒരു ഫീലിംഗ് ഞാനിത്രയും വിചാരിച്ചില്ല. ഇന്ത്യൻ പവലിയൻ എന്ന് വിചാരിച്ചപ്പോൾ ശരിക്കും ഇത് ദുബായിൽ വരാനുള്ള അമ്പലത്തിൻ്റെ ഒരു മോഡലാണ്. ഇതാ അടിപൊളി. കേരളത്തിൻ്റെ, നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ വള്ളംകളി, ഉത്തരാഖണ്ഡിലെ ഋഷികേശ് അമ്പലം. ശരിക്കും ഇതിനകത്ത് പെട്ട പോലെ തോന്നുന്നു. ഇന്ത്യയുടെ പല പല സ്ഥലങ്ങൾ സന്ദർശിച്ച പോലെ തന്നെ ഇരിക്കും. കുംഭമേള, റിയലി മാർവലസ്, ഓസം. മേരാ ഭാരത് മഹാൻ. ശരിക്കും അഭിമാനം തോന്നുന്ന നിമിഷമാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്ത്യൻ പവലിയനിൽ എനിക്ക് തോന്നുന്നു UAE കംപ്ലീറ്റ് ഇന്ത്യക്കാരും ഉണ്ടെന്ന്. അത്രയ്ക്ക് ശരിക്കും സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. താജ്മഹൽ, വാവ്, ഹാപ്പി ദിവാളി. ശരിക്കും പൊളിച്ചോളാം. ഗുഡ്. കേരളത്തിൻ്റെ കളരിപ്പയറ്റ്, മൂന്ന് നിലയിലാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. ഇത് രണ്ടാമത്തെ എസ്കലേറ്ററാണ്. ഇനിയുണ്ട് കേട്ടോ, ഇനി ഒരു നിലയും കൂടെ ഉണ്ട്. ഇത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻ്റേണൽ ട്രേഡിൻ്റെ ഒരു വേദിയാണിത്. ഇവിടെ ബിൽഡിങ്ങുകളെല്ലാം തലയും കുത്തി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. യെസ്, ഇത് കൊള്ളാം. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല. വാട്ട് ദിസ് മീൻ? This is the logo of Make in India. Logo of Make in India. Okay. So Make in India means every item will be manufactured within India. Every item will be manufactured within India without depending on other countries. Yeah. Okay. So this is a Make in India യുടെ ഒരു സിംബലാണിത്. വെരി ഗുഡ്, ഓസം. Thank you. This way, please keep moving. പ്രധാനമന്ത്രി മോഡിജി, അദ്ദേഹത്തിൻ്റെ നയതന്ത്രപരമായ ഇടലുകളുടെ ഒരു ആകത്തുകയാണ് ഈ സ്ക്രീൻ. 4 നിലകളായിട്ടാണ് നമ്മുടെ ഇന്ത്യൻ പവലിയൻ ഒരുക്കിയിരിക്കുന്നത്. അതിൽ 4ാമത്തെ നിലയാണ്. അപ്പോൾ ഇവിടെ കുറേ ഇൻഡസ്ട്രിയൽ സെൻറ്റേഴ്സ്, അതായത് നമ്മുടെ
റിലയൻസ്, ITC വേൾഡ്, അങ്ങനെ ഇന്ത്യയിലെ കുറേ ഫേമസ് ബ്രാൻഡിൻ്റെ ജസ്റ്റ് ഒരു പവലിയൻ, ചെറിയൊരു പവലിയൻ, അത് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് അമേരിക്കൻ പവലിയനിലാണ്. ഇതാ നോക്കൂ, നമുക്ക് അമേരിക്കൻ പവലിയനിലോട്ടൊന്ന് പോയി നോക്കാം, എന്താണ് അവിടെ ഉള്ളതെന്ന് നോക്കാം. വൺ താങ്ക് യു. ഇവിടെ ഒരു സ്കേറ്റിംഗ് സംഭവമുണ്ട്. അയ്യോ, ഇപ്പോൾ വീണേനെ. ആ, അടിപൊളി. താഴോട്ട് സ്റ്റാച്യു ഓഫ് ലിബർട്ടി. സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ കൈ വെട്ടിയെടുത്തുകൊണ്ട് വന്നതാണ് സുഹൃത്തുക്കളെ. എബ്രഹാം ലിങ്കൻ്റെ അമേരിക്കയിലും ദീപാവലിയാണെന്നാണ് തോന്നുന്നത്. ഒരു ഭൂമി നമ്മുടെ മുന്നിൽ ഇങ്ങനെ വന്നങ്ങ് നിൽക്കുകയാണ്. ഒരു 3D ഷോ ആണ് അമേരിക്കൻ പവലിയനിൽ. അടിപൊളി. എന്നൊരു സാധനം വരുന്നുണ്ട്. ഈ സൗദി പവലിയൻ ഒരു സംഭവം തന്നെയാണ്. തിരക്ക് കണ്ടോ സൗദി പവലിയൻ സന്ദർശിക്കാനുള്ള? ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റാണിത്. സ്പാനിഷ് പവലിയൻ. എന്തായാലും സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ദുബായ് എക്സ്പോ കഴിഞ്ഞ് പുറത്തിറങ്ങുകയാണ്. അത്യധികം ക്ഷീണിതനാണ്. ഇന്നത്തെ ദിവസം അതിഭയങ്കര തിരക്കായിരുന്നു. എനിക്ക് 3-4 പവലിയൻ സന്ദർശിക്കാനേ പറ്റുള്ളൂ. UAEയുടെ പവലിയൻ സന്ദർശിക്കാൻ എനിക്ക് പറ്റിയില്ല. അവർ പറഞ്ഞ് 2 മണിക്കൂറെങ്കിലും ക്യൂ നിൽക്കണമെന്നാണ് അവർ പറഞ്ഞത്. എനിവേ, ഈ എക്സ്പോ എന്ന് പറയുന്നത് ദുബായിയുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി മാറുകയാണ്. ഇത്രയധികം രാജ്യങ്ങൾ, 192 രാജ്യങ്ങൾ, അവരുടെ പവലിയൻ, അവരുടെ ഫ്യൂച്ചർ ഇന്നോവേഷൻസ്, അവരുടെ സംസ്കാരം, ആർട്ട്, അവരുടെ സംഭരണം, എല്ലാം UAE മാറ്റിയെടുക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. സുഹൃത്തുക്കളെ, വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ മെയിൻ ഗേറ്റിലെത്തിയിരിക്കുകയാണ്. 192 രാജ്യങ്ങളുടെ പവലിയൻ ഉള്ളപ്പോൾ എനിക്ക് സന്ദർശിക്കാൻ പറ്റിയത് വെറും 4 പവലിയൻ. അത്രയ്ക്കും തിരക്ക്, അത്രമാത്രം വിജയമായി ദുബായ് എക്സ്പോ. ഈ ദുബായ് എക്സ്പോ UAEയുടെ ചരിത്രത്തിൻ്റെ ഭാഗമാവുന്നതിൽ കൂടി വീണ്ടും ഒത്തിരി തൊഴിലവസരങ്ങൾക്കും ഓപ്പർച്യൂണിറ്റിക്കും, അതുപോലെ ലോകം എല്ലാം ഒരുമിക്കുമ്പോൾ, ഒരു എക്സിബിഷൻ സെൻറ്ററിൽ ഒരുമിക്കുമ്പോൾ, അത് ലോക ജനതയ്ക്ക് തന്നെ ഒരു ഒരുമയ്ക്ക് കാരണമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. സോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ആകെ ക്ഷീണിതനാണ്. സോ വീണ്ടും അടുത്ത വീഡിയോയിൽ കൂടി സന്ധിക്കും വരെ വണക്കം. താങ്ക് യു.